ഫോട്ടോഗ്രാഫി ലോകത്തെയും ടെക്നോളജി പ്രേമികളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന വമ്പൻ മാറ്റങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഐഫോൺ പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ദൂരങ്ങൾ വെറും കാഴ്ച മാത്രമാക്കുന്ന ആപ്പിളിന്റെ അത്യാധുനിക പെരിസ്കോപ്പിക് ക്യാമറ മുതൽ നിലവിലുള്ള സ്മാർട്ട് ഫോൺ സങ്കല്പങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും എന്നും സാംസങ്ങിന്റെ 200 മെഗാ പിക്സൽ സെൻസർസ് നൽകുന്ന മാന്ത്രിക ദൃശ്യങ്ങൾ കണ്ട് പ്രൊഫഷണൽ ക്യാമറ വിപണി തന്നെ പൂട്ടിക്കെട്ടേണ്ടി വരുമോ എന്നുമുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് കണ്ടുപിടിച്ച പുതിയ സിനിമാ രഹസ്യം നിങ്ങളുടെ ടി വിയിലെ ദൃശ്യ അനുഭവത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുമോ എന്നും, സോണിയുടെ ഗ്ലോബൽ ഷട്ടർ സാങ്കേതികവിദ്യ വരുന്നതോടെ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയിലെ വിറയലില്ലാത്ത ചിത്രങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാലം നമ്മൾ എടുത്ത ഫോട്ടോകളെല്ലാം വെറുതെയാക്കുന്ന വിധത്തിലുള്ള സോണിയുടെ പുതിയ AI സാങ്കേതിക വിദ്യയും രാത്രിയെ പകലാക്കുന്ന അത്ഭുത ക്യാമറകൾക്കായി സാൻഡിസ്ക് അവതരിപ്പിക്കുന്ന അതിവേഗ കാർഡുകളും ഷൂട്ടിങ്ങിനെ വേറെ ലെവലിലേക്ക് എത്തിക്കുമോ? ഒപ്പം കമ്പ്യൂട്ടറുകളെ വെല്ലുന്ന ആപ്പിൾ മാക്ബുക്ക് പ്രോ M3 അൾട്ര എന്ന എഡിറ്റിംഗ് രാജാവിന്റെ വരവും ബ്ലാക്ക് മാജിക് പോക്കറ്റ് ക്യാമറ നൽകുന്ന ഹോളിവുഡ് നിലവാരവും സിനിമാ നിർമ്മാണത്തെ എങ്ങനെ എളുപ്പമാക്കും? ലക്ഷങ്ങൾ വിലയുള്ള ഭാരമേറിയ ലെൻസുകൾ ഇനി വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന കാനന്റെ പുതിയ കണ്ടുപിടുത്തവും ബഹിരാകാശത്തെ അദൃശ്യ കാഴ്ചകൾ പുറത്തുവിട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അത്ഭുത ലോകവും ചേർന്ന ദൃശ്യകലയുടെ ഭാവി തന്നെ മാറ്റിക്കുറിക്കാൻ പോവുകയാണ്. ഈ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഫോട്ടോഗ്രാഫി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് എല്ലാ വീഡിയോകൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വീക്ക്ലി അപ്ഡേറ്റ്സിന് നിങ്ങൾ നല്ല റെസ്പോൺസാണ് തരുന്നത്. അതേസമയത്ത് മറ്റ് ഇൻ ബിറ്റ്വീൻ വരുന്ന അപ്ഡേറ്റ്സിന് വളരെ ചെറിയ വ്യൂവർഷിപ്പേ ഉള്ളൂ. ഇവിടെ ഒരു വീഡിയോ തയ്യാറാക്കുന്നതിന് 6 to 7 അവേഴ്സിൻ്റെ ഒരു റിസർച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിനുള്ള റെസ്പോൺസ് തരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ പ്ലേ ലിസ്റ്റിൽ തന്നെ ഒരു 400 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് DSLR ഫോട്ടോഗ്രാഫിയുടെ A to Z ഉള്ള ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ലേൺ DSLR ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി വിത്ത് റഷീദ് തായ്ലാർ എന്നാണ് ആ പ്ലേലിസ്റ്റിന്റെ പേര്. സോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. ആദ്യത്തെ ഒരു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ, ന്യൂയോർക്കിലെ സെന്റർ ഫോർ ഫോട്ടോഗ്രാഫി അറ്റ് വുഡ്സ്റ്റോക്ക് 2026 മാർച്ച് 31 പ്രഖ്യാപിച്ച സാൾട്ട്മാൻ പ്രൈസ് ഫോർ എമർജിംഗ് ഫോട്ടോഗ്രാഫർ പുരസ്കാരം ഇന്ത്യൻ ഫോട്ടോഗ്രാഫറായ ശ്രീധർ ബാലസുബ്രഹ്മണ്യത്തിന് ലഭിച്ചിരിക്കുന്നു എന്നത് ആഗോള കലാലോകത്തിന് ഇന്ത്യക്ക് വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വർക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കുകയാണെങ്കിൽ, വർക്കുകളെല്ലാം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി ആ റിപ്പോർട്ടിലുള്ള ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ അത്യാവശ്യം അദ്ദേഹത്തിന് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഫോട്ടോസിൻ്റെ ഒരു സ്റ്റൈല് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. സോ കണ്ടില്ല, എല്ലാം മിക്കതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ഫോട്ടോസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും താല്പര്യമുള്ള ഈ സൈറ്റിലൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അത് ന്യൂസ് മിനിറ്റ് എന്ന സൈറ്റ് ഉണ്ട്. അതിനകത്തേക്കൊന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മനസ്സിലാക്കാൻ പറ്റും. സോ വീണ്ടും തിരിച്ചു വരാം. സമകാലിക ഫോട്ടോഗ്രാഫി മേഖലയിൽ സങ്കീർണമായ സാംസ്കാരിക പ്രമേയങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കലാകാരന്മാർക്ക് നൽകുന്ന ഈ ആദരവ് ലോകമെമ്പാടുമുള്ള 10 പ്രതിഭകളിൽ നിന്നാണ് ശ്രീധറിനെ തേടിയെത്തിയത്. അന്താരാഷ്ട്ര ജൂറി അംഗങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയ ഈ പുരസ്കാരം കേവലം വ്യക്തിഗത നേട്ടം എന്നതിലുപരി തെക്കേ ഇന്ത്യയിലെ തനിമയാർന്ന ദൃശ്യഭാഷയ്ക്കുള്ള ആഗോള അംഗീകാരം കൂടിയാണ്. ഈ പുരസ്കാരത്തിന്റെ ഭാഗമായി $10,000 ഗ്രാൻഡും അദ്ദേഹത്തിന് ലഭിക്കും. ശ്രീധർ ബാലസുബ്രഹ്മണ്യത്തിന്റെ ബോഡി ആൻഡ് ലാൻഡ് എന്ന ശ്രദ്ധേയമായ പ്രൊജക്റ്റാണ് അദ്ദേഹത്തെ ഈ നേട്ടത്തിന് അർഹനാക്കിയത്. ദക്ഷിണേന്ത്യൻ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ മനുഷ്യ ശരീരവും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് ഈ ചിത്ര പരമ്പര അടയാളപ്പെടുത്തുന്നത്. പ്രകടനാത്മകമായ കലയും തിയേറ്റർ പാരമ്പര്യങ്ങളും ഫോട്ടോഗ്രാഫിയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരത്തിന്റെ തുടർച്ചയായി 2027 ന്യൂയോർക്കിൽ വുഡ്സ്റ്റോക്കിൽ അദ്ദേഹത്തിന്റെ ഏകാംഗ പ്രദർശനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം ആഗോള വേദികളിൽ ഇന്ത്യൻ സമകാലിക ഫോട്ടോഗ്രാഫി പ്രദർശിപ്പിക്കപ്പെടുന്നത് വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള ദൃശ്യാത്മക വിനിമയത്തിന് പുതിയ മാനങ്ങൾ നൽകുകയും ഇന്ത്യൻ കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ അവസരങ്ങൾ തുറന്നു നൽകുകയും ചെയ്യും.
2026 ഏപ്രിൽ 2 പ്രഖ്യാപിക്കപ്പെട്ട 15ാമത് വാർഷിക മൊബൈൽ ഫോട്ടോ അവാർഡുകൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിലെ സവിശേഷമായ ഒരു നാഴികക്കല്ലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ന്യൂസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് സസൂക്ഷ്മം ശ്രദ്ധിക്കണേ. നമ്മൾക്ക് എക്യുപ്മെന്റ്സ് ഇല്ലാത്തതിന് പരാതി പറയുന്ന ഓരോരുത്തർക്കുള്ള മുഖത്തുള്ള ഒരു അടിയായിട്ട് ചിലപ്പം ഇത് തോന്നിയേക്കാം. സ്മാർട്ട് ഫോണുകൾ കേവലം ആശയവിനിമയ ഉപാധികൾ എന്നതിലുപരി അത്യാധുനികമായ പ്രൊഫഷണൽ ക്രിയേറ്റീവ് ടൂളുകളായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഈ പുരസ്കാരങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള ദൃശ്യങ്ങൾ പകർത്താൻ ഭീമമായ DSLR ക്യാമറകൾ തന്നെ വേണമെന്ന പരമ്പരാഗത ധാരണകളെ തിരുത്തിക്കൊണ്ട് നൂതനമായ ഇമേജിംഗ് പൈപ്പ് ലൈനുകളും കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയും എങ്ങനെ കലാപരമായ മികവ് കൈവരിക്കുന്നു എന്ന് ഈ വർഷത്തെ വിജയികൾ ലോകത്തിന് കാണിച്ചു തരുന്നു. വാണിജ്യപരമായും കലാപരമായും സ്മാർട്ട് ഫോൺ ഇമേജിങ്ങിന് ലഭിക്കുന്ന ഈ ആഗോള അംഗീകാരം ഫോട്ടോഗ്രാഫി മേഖലയിലെ ജനാധിപത്യവൽക്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വർഷത്തെ ഗ്രാൻഡ് പ്രൈസ് ജേതാവായ കുവാങ് ലോങ് ഷാങ്ങിന്റെ നേട്ടം വിരൽ ചൂണ്ടുന്നത് ഉപകരണങ്ങളുടെ കാലപ്പഴക്കത്തേക്കാൾ ഉപരിയായി ഫോട്ടോഗ്രാഫറുടെ കാഴ്ചപ്പാടിനാണ് പ്രാധാന്യം എന്ന വസ്തുതയിലേക്കാണ്. ഒരു ദശാബ്ദം പഴക്കമുള്ള iPhone 7 മുതൽ ഏറ്റവും പുതിയ ഹുവായി മേറ്റ് 60, ഓപ്പോ ഫൈൻഡ് X6 Pro വരെയുള്ള വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം അവാർഡിന് അർഹമായ ചിത്രങ്ങൾ പകർത്തിയത്. ഹാർഡ്വെയർ സ്പെസിഫിക്കേഷനുകൾക്കപ്പുറത്ത് ഒരു ചിത്രത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് അതിന്റെ കൊമ്പോസിഷനിലും വർണ്ണ ക്രമീകരണത്തിലും ആ ചിത്രം സംവദിക്കുന്ന കഥയിലുമാണെന്ന് ഇത് തെളിയിക്കുന്നു. സാങ്കേതികമായ തികവിനേക്കാൾ ഉപരിയായി ദൃശ്യാവിഷ്കാരത്തിന്റെ കരുത്തിനാണ് വിധികർത്താക്കൾ മുൻഗണന നൽകിയത് എന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. പുതിയ തലമുറയിലെ സ്മാർട്ട് ഫോണുകൾ നൽകുന്ന അതിശയിപ്പിക്കുന്ന സെൻസർ മികവും സോഫ്റ്റ്വെയർ അൽഗോരിതങ്ങളും ഫോട്ടോഗ്രാഫർമാർക്ക് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. എന്നാൽ പഴയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ പോലും അന്താരാഷ്ട്ര തലത്തിലുള്ള പുരസ്കാരങ്ങൾ നേടാൻ കഴിയുമെന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ക്രിയേറ്റീവ് വിഷനുള്ള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ആധുനിക കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി പൈപ്പ് ലൈനുകൾ ചിത്രങ്ങളിലെ നോയ്സ് കുറയ്ക്കാനും ഡൈനാമിക് റേഞ്ച് വർദ്ധിപ്പിക്കാനും സഹായിക്കുമ്പോൾ ഫോട്ടോഗ്രാഫറുടെ സർഗാത്മകതയാണ് ആ ചിത്രത്തെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമേജിംഗ് ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണൽ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കേവലം മെഗാ പിക്സലുകളുടെ എണ്ണത്തിലല്ല മറിച്ച് ആവിഷ്കാരത്തിന്റെ ആഴത്തിലാണ് കാര്യമെന്നും ഈ നേട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2025 സ്കോട്ടിഷ് നേച്ചർ ഫോട്ടോഗ്രാഫി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ടോബി ഹൗൾട്ടൺ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ഡാൻസ് ഓഫ് ദ ഗ്നാറ്റസ് എന്ന ചിത്രം മികച്ച പ്രകടനത്തിലൂടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കോട്ട്ലാൻഡിലെ റോസ് ഷെയറിൽ വെച്ച് നിക്കോൺ D500 DSLR ക്യാമറയും 70-200mm f2.8 ലെൻസും ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ മനോഹരമായ ചിത്രം ക്യാമറയിലാക്കിയത്. 1 സെക്കൻഡിന്റെ 1/6 എന്ന ദൈർഘ്യമേറിയ എക്സ്പോഷർ സമയം പ്രയോജനപ്പെടുത്തിയതിലൂടെ ഷഡ്പദങ്ങളുടെ ചലനങ്ങളെ അതിമനോഹരമായ അബ്സ്ട്രാക്ട് ദൃശ്യങ്ങളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രകൃതിയിലെ അതിസൂക്ഷ്മമായ ചലനങ്ങളെ ക്രിയാത്മകമായി എങ്ങനെ ആവിഷ്കരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ ചിത്രം വിലയിരുത്തപ്പെടുന്നു. ജൂനിയർ വിഭാഗത്തിൽ കിരൺ സിംസൺ പകർത്തിയ 8കാലിയുടെ മാക്രോ ഫോട്ടോഗ്രാഫ് 1ാം സ്ഥാനം നേടി ശ്രദ്ധ പിടിച്ചുപറ്റി. സോണി A1 ക്യാമറയും 90mm മാക്രോ ലെൻസും ഉപയോഗിച്ച് സ്വാഭാവികമായ ചുറ്റുപാടിൽ നിന്ന് എടുത്ത ചിത്രം അതിശയിപ്പിക്കുന്ന മിഴിവും വ്യക്തതയും നൽകുന്ന ഒന്നായിരുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും പ്രകൃതിയോടുള്ള അഭിനിവേശവും ഒത്തുചേർന്നപ്പോൾ ഒരു ചെറിയ ജീവിയുടെ ലോകത്തെ ഇത്രയധികം സൂക്ഷ്മതയോടെ അവതരിപ്പിക്കാൻ കിരണിന് സാധിച്ചു. പരമ്പരാഗതമായ ക്യാമറ സംവിധാനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും ഒരുപോലെ സംഗമിച്ച ഈ മത്സര ഫലങ്ങൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്തെ വൈദഗ്ധ്യത്തെയും പുതുമകളെയും എടുത്തു കാണിക്കുന്നു. ക്യാമറയുടെ പഴക്കത്തേക്കാൾ ഉപരിയായി ഒരു ഫോട്ടോഗ്രാഫറുടെ സർഗാത്മകതയും സാങ്കേതിക തികവുമാണ് മികച്ച ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഈ വിജയങ്ങൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രമുഖരായ ഗെറ്റി ഇമേജസ് 2026 എഡിറ്റോറിയൽ ഫോട്ടോഗ്രാഫി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനായുള്ള അപേക്ഷകൾ 2026 ഏപ്രിൽ 3 ഔദ്യോഗികമായി സ്വീകരിച്ചു തുടങ്ങി. എഡിറ്റോറിയൽ ഫോട്ടോഗ്രാഫി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനായുള്ള അപേക്ഷകൾ 2026 ഏപ്രിൽ 3 മുതൽ ഔദ്യോഗികമായി സ്വീകരിച്ചു തുടങ്ങി. വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ് എന്നീ
US മാധ്യമ ഹബ്ബുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്തകൾ, കായികം, വിനോദം എന്നീ മേഖലകളിലെ എഡിറ്റോറിയൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നൽകുന്നതിനും പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുന്നതിനുമായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രൊഫഷണൽ ക്യാനൺ ഇമേജിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരവും ആധുനിക പോസ്റ്റ് പ്രൊഡക്ഷൻ പൈപ്പ് ലൈനുകളെക്കുറിച്ചുള്ള പരിശീലനവും ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭ്യമാകും. ലോകോത്തര നിലവാരമുള്ള എഡിറ്റോറിയൽ വർക്ക് ഫ്ലോകളിൽ നേരിട്ട് പങ്കാളികളാകാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഇന്റേൺഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗ്രാമി അവാർഡ്സ്, US ഓപ്പൺ തുടങ്ങിയ ആഗോള ശ്രദ്ധയാകർഷിക്കുന്ന പ്രമുഖ ഈവന്റുകളിൽ പ്രായോഗിക പരിചയം നേടാൻ ഈ പ്രോഗ്രാം വഴി സാധിക്കും. ഇന്റേണുകൾ തയ്യാറാക്കുന്ന ഉള്ളടക്കങ്ങൾ ESPN, NPR തുടങ്ങിയ പ്രമുഖ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുന്നു. ഫീൽഡ് ക്യാപ്ചർ, എഡിറ്റിംഗ് സിസ്റ്റങ്ങൾ, വാണിജ്യ വിതരണം എന്നിവയെ ഒരു ഏകീകൃത പരിശീലന ആവാസ വ്യവസ്ഥയിലേക്ക് സംയോജിപ്പിക്കുന്ന ഈ സംരംഭം ഫോട്ടോ ജേർണലിസം രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്നു. 2026 വേൾഡ് പ്രസ് ഫോട്ടോ മത്സര വിജയികളെ ഏപ്രിൽ 9 പ്രഖ്യാപിക്കുമെന്ന് സംഘാടകർ ഔദ്യോഗികമായി അറിയിച്ചു. ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ ഇതിനു മുൻപായിട്ട് ഈ ചാനലിൽ തന്നെ ഈ 2026 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 25ഓളം മത്സരങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡേറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളെ മലയാളികളായ ഒരു ഏതാനും ഫോട്ടോഗ്രാഫർമാർ മാത്രമാണ് ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. അവരൊന്നും ഒരിക്കലും അവർ ഏത് ഡേറ്റിനാണ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറില്ല. അത്രയും സ്വാർത്ഥരായ രീതിയിലാണ് നമ്മൾ ഈ കൂട്ടുകാർ പെരുമാറുന്നത്. ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഈ കംപ്ലീറ്റ് ഡാറ്റാബേസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ആ വീഡിയോ കാണാനും അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ പ്രകാരം അപ്ലിക്കേഷൻ കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോട്ടോകൾ അവാർഡിന് സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ 1.5 കോടിയോളം രൂപയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ സമ്മാനങ്ങളായിട്ട് കിട്ടുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ വിജയിച്ചാൽ പോലും ലൈഫ് സെറ്റിലാകും എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പരമാവധി വീഡിയോ കണ്ട് ആ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഫോട്ടോഗ്രാഫി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ഏപ്രിൽ 23 ആംസ്റ്റർഡാമിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെളിപ്പെടുത്തുന്നതാണ്. ഇതിനെ തുടർന്ന് ഏപ്രിൽ 24 മുതൽ ആഗോളതലത്തിൽ ഈ ചിത്രങ്ങളുടെ വിപുലമായ പ്രദർശനം ആരംഭിക്കും. ഡോക്യുമെന്ററി, ഫോട്ടോ ജേർണലിസം മേഖലകളിലെ മികവിനെ അടയാളപ്പെടുത്തുന്ന ഈ പ്രദർശനം ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാർക്കും കലാപ്രേമികൾക്കും വലിയൊരു കാഴ്ച അനുഭവമായിരിക്കും സമ്മാനിക്കുക. ഫോട്ടോഗ്രാഫി മേഖലയിലെ ഏറ്റവും പുതിയ പ്രവണതകളും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഈ വേദി ആഗോള തലത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നു. ഈ വർഷത്തെ മത്സരത്തിൽ 141 രാജ്യങ്ങളിൽ നിന്നായി 3747 ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്തു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ആകെ 57,376 എൻട്രികളാണ് മത്സരത്തിനായി ലഭിച്ചത്. ഇത് ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫിയിലുള്ള ആഗോള താൽപര്യത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. ഇതിനോടൊപ്പം തന്നെ സോണി വേൾഡ് ഫോട്ടോഗ്രാഫി അവാർഡ്സ് 2026 പ്രധാന പ്രദർശനവും ഏപ്രിൽ മാസത്തിൽ നടക്കുന്നുണ്ട്. ഏപ്രിൽ 17 മുതൽ മെയ് 4 വരെ ലണ്ടനിലെ സോമർസെറ്റ് ഹൗസിലാണ് ഈ പ്രദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിജയികളുടെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുടെയും 300-ലധികം മികച്ച ചിത്രങ്ങളാണ് അവിടെ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുക. ഇത്തരത്തിൽ ലോകോത്തരമായ 2 വലിയ ഫോട്ടോഗ്രാഫി ഈവന്റുകൾ ഒരേ സമയം നടക്കുന്നത് ഈ വർഷത്തെ ഏപ്രിൽ മാസത്തെ ഫോട്ടോഗ്രാഫി കലണ്ടറിലെ സവിശേഷമായ കാലഘട്ടമാക്കി മാറ്റുന്നു. 2026 ഏപ്രിൽ എന്ന കാലയളവ് ആഗോള ഫോട്ടോഗ്രാഫി രംഗത്ത് വലിയൊരു നാഴികക്കല്ലായി മാറുകയാണ്. ലോകമെമ്പാടുമുള്ള ഗ്യാലറികൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഈ പ്രദർശനങ്ങൾ പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നു. പ്രമുഖ ഫോട്ടോഗ്രാഫർമാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും മികച്ച അവസരങ്ങൾ കണ്ടെത്താനും ഈ വേദികൾ സഹായകമാകും. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് മേഖലയിൽ പുതിയ ശൈലികളും സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ ഫോട്ടോഗ്രാഫി എന്ന കലാരൂപത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കാൻ ഇത്തരം സംഗമങ്ങൾക്ക് സാധിക്കുന്നു. വ്യാവസായികമായ അംഗീകാരങ്ങൾക്കപ്പുറം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മനുഷ്യ ജീവിതങ്ങളുടെയും പ്രകൃതിയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ ഈ ചിത്രങ്ങൾ വഴി സാധിക്കുമെന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ആഗോള ഈവന്റുകളുടെ ഏകോപനം ഫോട്ടോഗ്രാഫി വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പ്രദർശിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ അന്താരാഷ്ട്ര ഗ്യാലറികളിലും ഏജൻസികളിലും ശ്രദ്ധിക്കപ്പെടുന്നതോടെ മികച്ച ഫോട്ടോഗ്രാഫർമാർക്ക് കൂടുതൽ പ്രൊഫഷണൽ അവസരങ്ങൾ ലഭ്യമാകുന്നു. ഇത് വിഷ്വൽ മീഡിയ രംഗത്തെ നിലവാരം ഉയർത്തുന്നതിനും പുതിയ തലമുറയിലെ കലാകാരന്മാരെ പ്രചോദിപ്പിക്കുന്നതിനും കാരണമാകും. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ഫോട്ടോഗ്രാഫിക്ക് ലഭിക്കുന്ന ഈ അന്താരാഷ്ട്ര പരിഗണന സാമൂഹിക മാറ്റങ്ങൾക്കും സാംസ്കാരികമായ കൈമാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നു. വരും വർഷങ്ങളിൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്ന ഈ ഏപ്രിൽ മാസത്തിലെ ഈവന്റുകൾ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നതിൽ സംശയമില്ല.
പാരീസിലെ ഗ്രാൻഡ് പാലായി എഫമെന്റിൽ വെച്ച് നടക്കാനിരിക്കുന്ന 2026 പതിപ്പിനായുള്ള തന്ത്രപ്രധാനമായ ഘടനാപരമായ മാറ്റങ്ങൾ പാരീസ് ഫോട്ടോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പരമ്പരാഗത ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫിയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിർമ്മിച്ച സൃഷ്ടികൾ, ഹൈബ്രിഡ് വിഷ്വൽ മീഡിയ എന്നിവ പ്രധാന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിഷ്കരിച്ച ക്യൂറോറ്റോറിയൽ മാതൃകയാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. ആധുനിക കമ്പ്യൂട്ടേഷണൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്ന വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫർമാർക്കായി പ്രത്യേക വിഭാഗം തന്നെ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ അൾട്രാ ലാർജ് ഫോർമാറ്റ് പ്രിന്റുകൾക്കും ഇമ്മേഴ്സീവ് ഇൻസ്റ്റാളേഷനുകൾക്കും അനുയോജ്യമായ ഉയർന്ന റെസൊല്യൂഷനുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ഇൻഫ്രാസ്ട്രക്ചറും മേളയിൽ നടപ്പിലാക്കുന്നുണ്ട്. യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 180-ലധികം പ്രമുഖ ഗാലറികൾ ഇതിനോടകം തന്നെ ഈ രാജ്യാന്തര മേളയിൽ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി രംഗത്തെ ഈ നവീനമായ മാറ്റം ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും അതുവഴി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റഡ് ഇമേജിംഗ് ഔദ്യോഗികമായ അംഗീകാരം വേഗത്തിൽ ലഭിക്കുമെന്നും സംഘാടകർ കരുതുന്നു. ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഫോട്ടോഗ്രാഫിക് സൃഷ്ടികൾക്കായുള്ള വാണിജ്യപരമായ ആവശ്യം വർദ്ധിപ്പിക്കുന്നതും ഈ വിപുലീകരണ തന്ത്രം വലിയ രീതിയിൽ സഹായിക്കും. ഫോട്ടോഗ്രാഫിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെയും കലയുടെയും ഈ കൂടിച്ചേരൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2026 മാർച്ച് 30 വാഷിംഗ്ടൺ DC-യിൽ നിന്ന് ആരംഭിക്കുന്ന നാഷണൽ ജിയോഗ്രാഫിക് സൊസൈറ്റിയുടെ പിക്ചേഴ്സ് ഓഫ് ദ ഇയർ പ്രദർശനം ഫോട്ടോഗ്രാഫി ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ പ്രദർശനത്തിൽ ശാസ്ത്രീയ ഇമേജിങ്ങിനായി ഒരു പ്രത്യേക വിഭാഗം ഉൾപ്പെടുത്തിയത് ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ ബഹിരാകാശ ടെലിസ്കോപ്പിക് ഫോട്ടോഗ്രാഫി, സമുദ്രത്തിനടിയിലെ മാക്രോ ഇമേജിംഗ്, മെഡിക്കൽ വിഷ്വലൈസേഷൻ വിദ്യകൾ എന്നിവ ഉൾപ്പെടുന്നു. അത്യാധുനിക ഡീപ് സീ റോബോട്ടിക് ക്യാമറകളും വന്യജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് ഇമേജിംഗ് സിസ്റ്റങ്ങളും ഉപയോഗിച്ച് പകർത്തി അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുരസ്കാരത്തിന് അർഹമായവയിൽ ഭൂരിഭാഗവും. ശാസ്ത്രീയമായ ഗവേഷണങ്ങളും കലയും തമ്മിലുള്ള ദൂരമളക്കുന്ന ഈ ചിത്രങ്ങൾ വെറുമൊരു കാഴ്ച എന്നതിലുപരി പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകൾ പകർന്നു നൽകുന്ന ഒന്നുകൂടിയാണ്. ലണ്ടൻ, സിംഗപ്പൂർ, സിഡ്നി തുടങ്ങി ലോകത്തിലെ പ്രമുഖ നഗരങ്ങളിലൂടെ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ ടൂർ പ്രദർശനം നടത്താനാണ് നാഷണൽ ജിയോഗ്രാഫിക് ലക്ഷ്യമിടുന്നത്. ഫോട്ടോഗ്രാഫിയുടെ പരമ്പരാഗതമായ നിർവചനങ്ങളെ തിരുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ മുഖ്യധാര പ്രദർശനങ്ങളുടെ ഭാഗമാക്കുന്നതിലൂടെ ഗവേഷകരും കലാകാരന്മാരും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കും. കാഴ്ചക്ക് പ്രകൃതിയുടെയും സാങ്കേതിക വിദ്യയുടെയും വിസ്മയങ്ങൾ ഒരേപോലെ ആസ്വദിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനൊപ്പം പുതിയ തലമുറയിലെ ഫോട്ടോഗ്രാഫർമാർക്ക് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ സർഗാത്മകമായി പ്രവർത്തിക്കാം എന്നതിനും ഈ പ്രദർശനം വലിയൊരു മാതൃകയാണ്. ശാസ്ത്രവും ദൃശ്യവിസ്മയവും സമന്വയിക്കുന്ന ഈ രാജ്യാന്തര പ്രദർശനം ആഗോളതലത്തിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗിന്റെ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2026 മാർച്ച് 29 ലണ്ടനിലെ ഫോട്ടോഗ്രാഫേഴ്സ് ഗാലറിയിൽ നടന്ന ചടങ്ങിൽ ഈ വർഷത്തെ ഡച്ച് ബോസെ ഫൗണ്ടേഷൻ പുരസ്കാരത്തിനായുള്ള അന്തിമ പട്ടിക ഔദ്യോഗികമായി പുറത്തുവിട്ടു. ആധുനിക ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാർ ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള കാലാവസ്ഥാ വ്യതിയാനം, കുടിയേറ്റം, ഡിജിറ്റൽ വ്യക്തിത്വം തുടങ്ങിയ വിഷയങ്ങളെ തങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ അതിശക്തമായി ആവിഷ്കരിച്ചവരാണ്. പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച ഈ പ്രദർശനം 2026 ജൂൺ വരെ നീണ്ടു നിൽക്കും. വലിയ ഫോർമാറ്റിലുള്ള പ്രിന്റുകൾ, മിക്സ്ഡ് മീഡിയ ഇൻസ്റ്റാളേഷനുകൾ, വീഡിയോ സമന്വയിപ്പിച്ച ഫോട്ടോഗ്രാഫിക് സൃഷ്ടികൾ എന്നിവ ഉൾപ്പെടെ കലയുടെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സമകാലിക ലോകത്തെ സങ്കീർണമായ വെല്ലുവിളികളെ ഫോട്ടോഗ്രാഫി എന്ന മാധ്യമത്തിലൂടെ എത്രത്തോളം ആഴത്തിൽ സമീപിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വർഷത്തെ ചുരുക്കപ്പട്ടിയിലുള്ള സൃഷ്ടികൾ. അവാർഡ് നിർണയത്തിനായി നിശ്ചയിച്ചിട്ടുള്ള കർശനമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ദൃശ്യപരമായ പുതുമ, കഥാ കൈമാറ്റത്തിലെ ആഴം, സാങ്കേതികമായ പൂർണ്ണത എന്നിവ മുൻനിർത്തിയാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. മെയ് മാസത്തിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഈ പുരസ്കാര ജേതാവിനെ ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം ഈ പ്രഖ്യാപനം ആഗോളതലത്തിലുള്ള ഗ്യാലറികളിലെ സാന്നിധ്യത്തെയും കലാരംഗത്തെ വരുംകാല നിക്ഷേപങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. സമകാലിക ഫോട്ടോഗ്രാഫിയിലെ സാങ്കല്പികവും സാങ്കേതികവുമായ മികവിന്റെ പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഈ പരിപാടി വലിയ പങ്ക് വഹിക്കുന്നു. ലണ്ടനിലെ ഈ പ്രദർശനം കലാ ആസ്വാദകർക്കും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ പ്രചോദനമേകുന്ന ഒന്നാണെന്നതിൽ സംശയമില്ല. വരാനിരിക്കുന്ന ദശകത്തിൽ ഫോട്ടോഗ്രാഫി എന്ന കലാരൂപം എങ്ങനെ മാറണം എന്നതിന്റെ സൂചനകൾ കൂടി ഇതിൽ നൽകുന്നു. സോണി തങ്ങളുടെ പ്രശസ്തമായ ആൽഫ മിറർലെസ് ക്യാമറകളായ A7 IV, A7 III എന്നിവ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത
മോഡലുകൾക്കായി 2026 ഏപ്രിൽ 2 പുതിയ ഫേംവെയർ അപ്ഡേറ്റുകൾ ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ അപ്ഡേറ്റിലൂടെ ക്യാമറയുടെ കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സബ്ജക്ട് റെക്കഗ്നിഷൻ സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൃഗങ്ങൾ, പക്ഷികൾ, വാഹനങ്ങൾ എന്നിവയെ തിരിച്ചറിയുന്നതിനും അവയെ കൃത്യതയോടെ പിന്തുടരുന്നതിനും ഈ പുതിയ സാങ്കേതിക വിദ്യ ക്യാമറയെ പര്യാപ്തമാക്കുന്നു. പ്രത്യേകിച്ച് കുറഞ്ഞ വെളിച്ചമുള്ള സാഹചര്യങ്ങളിൽ ഫോക്കസ് നഷ്ടപ്പെടാതെ അതിവേഗത്തിൽ ചലിക്കുന്ന വസ്തുക്കളെ പോലും വളരെ കൃത്യതയോടെ ചിത്രീകരിക്കാൻ ഈ അപ്ഡേറ്റ് ഫോട്ടോഗ്രാഫർമാരെ സഹായിക്കും. വീഡിയോഗ്രാഫർമാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ അൽഗോരിതങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വിറയലുകൾ ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് 4K റെക്കോർഡിങ്ങുകളിൽ മികച്ച ദൃശ്യ അനുഭവം ഉറപ്പാക്കുന്നു. പുതിയ ഫേംവെയർ സോണിയുടെ ഔദ്യോഗിക സപ്പോർട്ട് പ്ലാറ്റ്ഫോമിലൂടെ ആഗോളതലത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മെമ്മറി കാർഡ് ഉപയോഗിച്ച് വളരെ ലളിതമായി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഈ അപ്ഗ്രേഡ് നിലവിലുള്ള ക്യാമറ ബോഡികളുടെ പ്രവർത്തനക്ഷമതയും ആയുസ്സും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് പുതിയ ഫേംവെയറുകൾ വാങ്ങാതെ തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ആസ്വദിക്കാൻ അവസരം നൽകുന്നു. സോണിയുടെ AI അധിഷ്ഠിത ഇമേജിംഗ് ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോ നിർമ്മാതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഈ മാറ്റങ്ങൾ സോണി ആൽഫ ക്യാമറകളെ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കുന്നു. ദീർഘകാലത്തെ ഗവേഷണങ്ങൾക്കും ഉപയോക്താക്കളുടെ പ്രതികരണങ്ങൾക്കും ശേഷമാണ് സോണി ഇത്തരമൊരു സുപ്രധാന അപ്ഡേറ്റ് എല്ലാ മേഖലയിലുമുള്ള സർഗാത്മക കലാകാരന്മാർക്കായി സമർപ്പിച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഹൈബ്രിഡ് ക്രിയേറ്റർമാരെ ലക്ഷ്യമിട്ട് കാനൺ തങ്ങളുടെ RF ലെൻസ് നിരയിലേക്ക് പുതിയ RF2870mm f2.8 IS STM ലെൻസ് 2026 മാർച്ച് 31 പുറത്തിറക്കി. സ്ഥിരമായ f2.8 അപ്പർച്ചർ നൽകുന്ന ഈ ലെൻസ് കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച പശ്ചാത്തല ബ്ലർ നൽകാൻ ശേഷിയുള്ളതാണ്. വീഡിയോ ചിത്രീകരണ വേളയിൽ ശബ്ദമില്ലാതെ ഓട്ടോ ഫോക്കസ് സാധ്യമാക്കുന്ന STM മോട്ടോർ ഇതിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. 5.5 സ്റ്റോപ്പുകൾ വരെയുള്ള ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകുന്നതിലൂടെ വേഗത കുറഞ്ഞ ഷട്ടർ സ്പീഡിലും വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ ഇത് സഹായിക്കുന്നു. കൂടാതെ സിനിമാറ്റിക് ശൈലിയിലുള്ള വീഡിയോകൾ നിർമ്മിക്കുമ്പോൾ ഫോക്കസ് മാറുമ്പോഴുണ്ടാകുന്ന വലിപ്പ വ്യത്യാസം തടയാനുള്ള സംവിധാനവും ഈ ലെൻസിൽ കാനൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുൾ ഫ്രെയിം RF മൗണ്ട് ക്യാമറകൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ലെൻസ് 2026 ഏപ്രിൽ പകുതിയോടെ ഇന്ത്യയെ ഉൾപ്പെടെയുള്ള ആഗോള വിപണികളിൽ ലഭ്യമാകും. കാനണിന്റെ പ്രൊഫഷണൽ L സീരീസ് സൂം ലെൻസുകൾക്ക് പകരമായി ഭാരം കുറഞ്ഞതും എന്നാൽ താങ്ങാനാവുന്ന വിലയിൽ ലഭിക്കുന്നതുമായ ഒരു ഉൽപ്പന്നമാണിത്. മിഡ് റേഞ്ച് RF ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഈ ലെൻസ് യാത്രാ ഫോട്ടോഗ്രാഫർമാർക്കും വ്ളോഗർമാർക്കും ഒരു മികച്ച ഓൾ ഇൻ വൺ പരിഹാരമായിരിക്കും. ഗുണനിലവാരത്തിലെ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ഉൽപ്പന്നം കാനണിന്റെ മിറർലെസ് ക്യാമറ വിപണിയിലെ ആധിപത്യം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും. കാനൺ ഉപയോക്താക്കൾക്ക് കൂടുതൽ ക്രിയാത്മകമായ സ്വാതന്ത്ര്യം നൽകുന്ന ഈ ലെൻസ് വരും വർഷങ്ങളിൽ വിപണിയിലെ തരംഗമായി മാറുമെന്നത് ഉറപ്പാണ്. 2026 ഏപ്രിൽ 3 പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പിലൂടെ തങ്ങളുടെ ഏറ്റവും പുതിയ മിറർലെസ് ക്യാമറയായ Z6 III വികസനത്തിൽ കൈവരിച്ച നിർണായക പുരോഗതി നിക്കോൺ സ്ഥിരീകരിച്ചു. പ്രൊഫഷണൽ ഹൈബ്രിഡ് ഷൂട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള ഈ പുതിയ മോഡൽ പുത്തൻ ഡിസൈനിലുള്ള പാർഷ്യലി സ്റ്റാക്ഡ് CMOS സെൻസറും അതിവേഗ പ്രോസസ്സിംഗ് ഉറപ്പാകുന്ന XSpeed 8 ഇമേജിംഗ് പ്രോസസ്സറുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡാറ്റ റീഡ് ഔട്ട് സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിലൂടെ അതിവേഗത്തിലുള്ള ചലനങ്ങളെ കൃത്യതയോടെ പകർത്താൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. സോണി, കാനൺ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുമായുള്ള മത്സരത്തിൽ നിക്കോണിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം മിഡ് ടയർ മിറർലെസ് വിഭാഗത്തിൽ ഒരു വലിയ വിപ്ലവമാണ് പ്രതീക്ഷിക്കുന്നത്. നിക്കോൺ ജപ്പാൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം റോളിംഗ് ഷട്ടർ എഫക്റ്റ് ഗണ്യമായി കുറയ്ക്കാനും ഹൈസ്പീഡ് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് മികച്ചതാക്കാനും പുതിയ സംവിധാനങ്ങൾ ക്യാമറയെ പര്യാപ്തമാക്കുന്നു. വീഡിയോഗ്രാഫി മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന 6K ഇന്റേണൽ റെക്കോർഡിംഗ് സൗകര്യമാണ് ഈ മോഡലിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണലുകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സിസ്റ്റം ഹൈ പെർഫോമൻസ് മിറർലെസ് മേഖലയിൽ നിക്കോണിന്റെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്റെ തെളിവാണ്. മികച്ച ഫ്രെയിം റേറ്റും അത്യാധുനിക ഓട്ടോഫോക്കസ് സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന Z6 III വിപണിയിലെ പുതിയ മാനദണ്ഡമായി മാറുമെന്ന് കമ്പനി പ്രത്യാശിക്കുന്നു. ഫ്യൂജിഫിലിം തങ്ങളുടെ ഏറ്റവും പുതിയ വിപ്ലവകരമായ ഉൽപ്പന്നമായ GFX 100 RF 2026 മാർച്ച് 29 ആഗോളതലത്തിൽ അവതരിപ്പിച്ചു. 102 മെഗാപിക്സൽ ലാർജ് ഫോർമാറ്റ് സെൻസർ ഉൾക്കൊള്ളുന്ന ഈ ക്യാമറ
ഉൾക്കൊള്ളുന്ന ഈ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഫിക്സ്ഡ് പ്രൈം ലെൻസ് സംവിധാനമാണ്. ഇമേജിന്റെ വശങ്ങളിൽ പോലും അതീവ വ്യക്തതയും ഷാർപ്നെസ്സും നൽകുന്ന രീതിയിൽ ഈ ലെൻസ് പ്രത്യേകം ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു. 2026 മെയ് മാസത്തോടുകൂടി വിപണിയിലെത്തുന്ന ഈ ക്യാമറ ഹൈ റെസൊല്യൂഷൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലും ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫിയിലും താല്പര്യമുള്ളവർക്കായി രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ വിഭാഗം പോർട്ടബിൾ മീഡിയം ഫോർമാറ്റ് സിസ്റ്റമാണ്. സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന ഈ മോഡലിൽ 16 ബിറ്റ് റോ ഔട്ട്പുട്ടും ഫ്യൂജി ഫിലിമിന്റെ പ്രശസ്തമായ അഡ്വാൻസ്ഡ് കളർ സയൻസ് പ്രൊഫൈലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ രൂപഘടനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ച ഇൻബോഡി സ്റ്റെബിലൈസേഷൻ സംവിധാനം കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ക്ലാരിറ്റി ഉറപ്പാക്കുന്നു. വലിയ മീഡിയം ഫോർമാറ്റ് ക്യാമറകളുടെ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയെ കയ്യിലൊതുങ്ങുന്ന വലിപ്പത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നത് ഫ്യൂജി ഫിലിമിന്റെ വലിയ നേട്ടമാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് യാത്രകളിൽ എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു കരുത്തുറ്റ ഉപകരണമായി GFX 100 RF മാറുമെന്ന് ഉറപ്പാണ്. 2026 ഏപ്രിൽ 1 പാനാസോണിക് തങ്ങളുടെ ലൂമിക്സ് GX7 ക്യാമറയ്ക്കായി പുറത്തിറക്കിയ പുതിയ ഫേംവെയർ അപ്ഡേറ്റ് പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫർമാർക്ക് വലിയ ആശ്വാസമാകുന്നു. ഇന്റേണൽ പ്രോറസ് റോ റെക്കോർഡിംഗ് സൗകര്യം ലഭ്യമാക്കുന്നതിലൂടെ ക്യാമറയുടെ വീഡിയോ നിർമ്മാണ ശേഷി വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ദീർഘനേരത്തെ വീഡിയോ ചിത്രീകരണ വേളയിൽ ക്യാമറ ചൂടാകുന്നത് ഒഴിവാക്കാനുള്ള മികച്ച ഹീറ്റ് മാനേജ്മെന്റ് സംവിധാനവും ഈ അപ്ഡേറ്റിലൂടെ പാനാസോണിക് ഉറപ്പാക്കുന്നു. ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക് പാനാസോണിക്കിന്റെ ലൂമിക്സ് സപ്പോർട്ട് പോർട്ടൽ വഴി ഈ ഫേംവെയർ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിർമ്മാണ വേളയിൽ നിറങ്ങൾ കൃത്യമായി പരിശോധിക്കാനുള്ള തത്സമയ ലട്ട് പ്രിവ്യൂ, മെച്ചപ്പെട്ട വേവ് ഫോം മോണിറ്ററിംഗ് ടൂളുകൾ എന്നിവ ഈ അപ്ഡേറ്റിന്റെ പ്രത്യേകതയാണ്. ഓൺസെറ്റ് കളർ ഗ്രേഡിംഗ് കൂടുതൽ സുഗമമാക്കാൻ ഇത് സഹായിക്കുന്നു. കോമ്പാക്ട് പ്രൊഡക്ഷൻ പരിതസ്ഥിതികളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ വീഡിയോഗ്രാഫർമാർക്ക് കൂടുതൽ കരുത്തുറ്റതും വിശ്വസനീയമായ ഒരു ഉപകരണമായി GH7നെ മാറ്റാൻ പുതിയ ഫീച്ചറുകൾ സഹായിക്കും. വീഡിയോ ക്വാളിറ്റിയിലും വർക്ക് ഫ്ലോ വേഗതയിലും പാനാസോണിക് വരുത്തിയ ഈ പരിഷ്കാരങ്ങൾ സിനിമാറ്റോഗ്രാഫി വിപണിയിൽ GH7ന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നു. സിഗ്മ തങ്ങളുടെ പ്രശസ്തമായ ആർട്ട് സീരീസിലെ ഏറ്റവും പുതിയ അംഗമായ 50mm 1.2 DN ലെൻസ് 2026 ഏപ്രിൽ 2 ഔദ്യോഗികമായി വിപണിയിലെത്തിച്ചു. സോണി ഇ മൗണ്ട്, സോണി എൽ മൗണ്ട് സിസ്റ്റങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ലെൻസ് മിറർലെസ് ക്യാമറ ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ ലക്ഷ്യമിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്രോമാറ്റിക് അബറേഷൻസ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനായി ആസ്ഫറിക്കൽ ലോ ഡിസ്പേർഷൻ എലമെന്റുകൾ ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ഒപ്റ്റിക്കൽ ഫോർമുലയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചിത്രങ്ങൾക്ക് അസാമാന്യമായ വ്യക്തതയും കൃത്യതയും നൽകുന്നു. ഏപ്രിൽ മാസം മുതൽ ആഗോളതലത്തിൽ വിതരണം ആരംഭിക്കുന്ന ഈ ഉൽപ്പന്നം പ്രീമിയം പ്രൈം ലെൻസുകളുടെ വിപണിയിൽ സിഗ്മയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നു. സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന ഈ ലെൻസിൽ അതിവേഗ ഓട്ടോഫോക്കസ് മോട്ടോറുകളും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ അനുയോജ്യമായ വെതർ സീൽഡ് നിർമ്മാണ രീതിയുമാണ് അവലംബിച്ചിരിക്കുന്നത്. കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന f1.2 എന്ന വലിയ അപ്പർച്ചർ ഇതിന്റെ പ്രത്യേകതയാണ്. ക്യാമറ നിർമ്മാതാക്കൾ നേരിട്ട് പുറത്തിറക്കുന്ന ലെൻസുകൾക്ക് പകരമായി തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്ഷനായി ഇത് മാറിക്കഴിഞ്ഞു. ഉയർന്ന പ്രവർത്തനക്ഷമതയും ഈട് നിൽക്കുന്ന നിർമ്മാണവും ഒത്തുചേരുന്ന ഈ ലെൻസ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിലും സിനിമാറ്റോഗ്രാഫിയിലും പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ജർമ്മനിയിൽ 2026 മാർച്ച് 30 നടന്ന ചടങ്ങിൽ ലെയ്ക്ക തങ്ങളുടെ ഏറ്റവും പുതിയ മിറർലെസ് ക്യാമറയായ SL3S അവതരിപ്പിച്ചു. കുറഞ്ഞ വെളിച്ചത്തിലെ ഫോട്ടോഗ്രാഫിയിലും വീഡിയോ നിർമ്മാണത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നതാണ് ഈ ക്യാമറയ്ക്ക് മുൻഗണന നൽകിയിരിക്കുന്നത്. ഉയർന്ന ISO സെൻസിറ്റിവിറ്റിയും ഡൈനാമിക് റേഞ്ചും ഉറപ്പാക്കുന്ന ഫുൾ ഫ്രെയിം സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദീർഘനേരം വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് നിയന്ത്രിക്കാൻ നൂതനമായ ഹീറ്റ് ഡിസിപ്പേഷൻ ഡിസൈനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയും അത്യാധുനികമായ സാങ്കേതിക വിദ്യയും ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ക്യാമറ ഏപ്രിൽ മാസം മുതൽ വിപണിയിൽ ലഭ്യമാകും. സിനിമാറ്റോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി 6K വീഡിയോ റെക്കോർഡിംഗ് സൗകര്യവും മെച്ചപ്പെടുത്തിയ കളർ സയൻസും ഈ ക്യാമറ വാഗ്ദാനം ചെയ്യുന്നു. സ്വാഭാവികമായ നിറങ്ങളും അതിസങ്കീർണമായ ദൃശ്യ വിവരങ്ങളും ഒപ്പിയെടുക്കാൻ ഇതിലൂടെ സാധിക്കും. ലെയ്ക്കയുടെ പാരമ്പര്യമായ കരുത്തുറ്റ നിർമ്മാണ ശൈലിയും അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളും ഒത്തുചേരുന്ന SL3S ഹൈ എൻഡ് പ്രൊഫഷണലുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയതാണ്. വീഡിയോ നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ഈ ഉൽപ്പന്നം ലെയ്ക്കയുടെ പ്രൊഫഷണൽ നിരയിലെ കരുത്തുറ്റ സാന്നിധ്യമായി മാറും.
കോമ്പാക്ട് മിറർലെസ് ക്യാമറകൾക്കായി DJI തങ്ങളുടെ പുതിയ സ്റ്റെബിലൈസേഷൻ സംവിധാനമായ RS4 മിനി 2026 ഏപ്രിൽ 3-ന് പുറത്തിറക്കി. ഭാരം കുറഞ്ഞ ക്യാമറ സെറ്റപ്പുകൾ ഉപയോഗിക്കുന്നവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഈ ഗിംബൽ യാത്രാവേളകളിലും മറ്റും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെച്ചപ്പെടുത്തിയ മോട്ടോർ ടോർക്ക്, ഓട്ടോമേറ്റഡ് ആക്സസ് ലോക്കുകൾ, ബ്ലൂടൂത്ത് ഷട്ടർ കൺട്രോൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഏകദേശം 2 കിലോഗ്രാം വരെയുള്ള ഭാരം താങ്ങാൻ ശേഷിയുള്ള ഈ ഉപകരണം ഏപ്രിൽ ആദ്യവാരം മുതൽ DJIയുടെ ആഗോള വിതരണ ശൃംഖല വഴി ലഭ്യമായി തുടങ്ങി. സ്വതന്ത്ര ചലച്ചിത്ര പ്രവർത്തകർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും പ്രൊഫഷണൽ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ടൂളുകൾ കൂടുതൽ പ്രാപ്യമാക്കുക എന്നതാണ് ഉൽപ്പന്നത്തിലൂടെ DJI ലക്ഷ്യമിടുന്നത്. ചെറിയ വലിപ്പമാണെങ്കിലും പ്രവർത്തനക്ഷമതയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത ഈ ഗിംബൽ മികച്ച ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കങ്ങൾ ഒഴിവാക്കി പ്രൊഫഷണൽ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഹൈബ്രിഡ് ഷൂട്ടർമാർക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന RS4 മിനി സ്വതന്ത്ര നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിജിറ്റൽ സ്റ്റോറേജ് രംഗത്തെ പ്രമുഖരായ സാൻഡിസ്ക് എഴുത്തു വേഗതയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ പുതിയ CF എക്സ്പ്രസ് ടൈപ്പ് B മെമ്മറി കാർഡുകൾ 2026 ഏപ്രിൽ 1-ന് ഔദ്യോഗികമായി പുറത്തിറക്കി. പ്രൊഫഷണൽ ക്യാമറകളിൽ 8K വീഡിയോ റെക്കോർഡിംഗും അതിവേഗത്തിലുള്ള ഹൈ ബെസ്റ്റ് ഫോട്ടോഗ്രാഫിയും സുഗമമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഈ കാർഡുകൾ സവിശേഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മെമ്മറി കാർഡുകളിലെ ഡാറ്റ കൈമാറ്റ വേഗതയിൽ വലിയ വർധനവ് വരുത്തിയതിലൂടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും തടസ്സങ്ങളില്ലാത്ത ഷൂട്ടിംഗ് അനുഭവം ഇത് വാഗ്ദാനം ചെയ്യുന്നു. ആഗോളതലത്തിൽ ഒരേ സമയം പ്രഖ്യാപിക്കപ്പെട്ട ഈ ഉൽപ്പന്നങ്ങൾ 2026-ന്റെ രണ്ടാം പാദത്തോടെ വിപണിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആധുനിക സിനിമകളുടെയും ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ഡാറ്റ ആവശ്യകതകൾ നിറവേറ്റാൻ ഈ പുതിയ സാങ്കേതിക വിദ്യ സഹായിക്കും. സാങ്കേതിക മികവിനൊപ്പം തന്നെ കഠിനമായ പ്രവൃത്തി സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്തും ഈ മെമ്മറി കാർഡുകളുടെ പ്രത്യേകതയാണ്. അതിശക്തമായ താപനില വ്യതിയാനങ്ങൾ നേരിടുന്നതിനായി വികസിപ്പിച്ചെടുത്ത തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം ദീർഘനേരത്തെ ചിത്രീകരണ വേളയിൽ കാർഡുകൾ അമിതമായി ചൂടാകുന്നത് തടയുകയും സുസ്ഥിരമായ പ്രകടനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതീവ സുരക്ഷയും ഈടുനിൽപ്പും ആവശ്യമായ പ്രൊഫഷണൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ആധുനിക ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുടെയും സിനിമ വർക്ക്ഫ്ലോകളുടെയും വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിൽ ഈ നൂതന മെമ്മറി കാർഡുകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ബ്ലാക്ക് മാജിക് ഡിസൈൻ തങ്ങളുടെ പ്രശസ്തമായ പോക്കറ്റ് സിനിമ ക്യാമറ ശ്രേണിക്കായി ഏറ്റവും പുതിയ ഫേംവെയർ അപ്ഡേറ്റ് 2026 ഏപ്രിൽ 2-ന് പുറത്തിറക്കി. 6ാമത്തെ തലമുറയിലുള്ള അത്യാധുനിക കളർ സയൻസ് ഈ അപ്ഡേറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് സിനിമ നിർമ്മാണ രംഗത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഈ ചിത്രങ്ങളുടെ നിറങ്ങളിൽ കൂടുതൽ കൃത്യതയും മിഴിവും നൽകുന്നതോടൊപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ലളിതമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ലോകപ്രശസ്ത എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ ഡാവിഞ്ചി റിസോൾവുമായുള്ള മികച്ച സംയോജനം എഡിറ്റിംഗ് വേളയിൽ കൂടുതൽ വേഗതയും സൗകര്യവും ഉറപ്പാക്കുന്നു. ഇൻഡിപെൻഡന്റ് സിനിമാ പ്രവർത്തകർക്കും പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾക്കും ബ്ലാക്ക് മാജിക് ക്യാമറകളിൽ നിന്ന് മികച്ച ദൃശ്യാനുഭവം ലഭിക്കാൻ ഈ മാറ്റം ഉപകരിക്കും. ആഗോള ടെക് ഭീമന്മാരായ ആപ്പിൾ തങ്ങളുടെ വരാനിരിക്കുന്ന ഐഫോൺ മോഡലുകളിൽ ഉൾപ്പെടുത്താനായി അത്യാധുനികമായ പെരിസ്കോപ്പ് ടെലിഫോട്ടോ മൊഡ്യൂൾ വികസിപ്പിക്കുന്നതിൽ വലിയ മുന്നേറ്റം നടത്തിയതായി 2026 ഏപ്രിൽ 2-ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തായ്വാൻ ഉൾപ്പെടെയുള്ള കിഴക്കൻ ഏഷ്യൻ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം പ്രകാശത്തെ പ്രിസം ഉപയോഗിച്ച് വഴിതിരിച്ചു വിടുന്ന സങ്കീർണമായ ഒരു ഫോൾഡഡ് ഓപ്റ്റിക്കൽ പാത്ത് രീതിയിലാണ് ഈ പുതിയ ഡിസൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളെക്കാൾ വലിയ ഇമേജ് സെൻസറുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിലും മികച്ച ടെലിഫോട്ടോ ദൃശ്യങ്ങൾ പകർത്താനും ഒപ്റ്റിക്കൽ സൂമിൽ കൂടുതൽ സ്ഥിരത ഉറപ്പാക്കാനും സാധിക്കും. ദൂരെയുള്ള ദൃശ്യങ്ങൾ വളരെ കൂടുതൽ വ്യക്തതയോടെയും ഷാർപ്നെസ്സോടെയും പകർത്താൻ സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഐഫോണിലെ ക്യാമറ സംവിധാനത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സാംസങ് ഇലക്ട്രോണിക്സ് തങ്ങളുടെ ഏറ്റവും പുതിയ പതാകവാഹക ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളുടെയും അപ്പർ മിഡ് റേഞ്ച് ഫോണുകളുടെയും 200 മെഗാ പിക്സൽ ഐസോസെൽ സെൻസറുകൾ വിന്യസിക്കുന്ന പദ്ധതി വിപുലീകരിച്ചതായി 2026 ഏപ്രിൽ 1-ന് സ്ഥിരീകരിച്ചു. ദക്ഷിണ കൊറിയയിൽ വികസിപ്പിച്ചെടുത്ത ഈ പുതിയ സെൻസർ ആർക്കിടെക്ചർ ടെട്രാ ക്വാഡ്രപ്പിൾ പിക്സൽ ബിന്നിംഗ് സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതിലൂടെ 16 പിക്സലുകളെ ഒന്നായി സംയോജിപ്പിച്ച് കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച സെൻസിറ്റിവിറ്റിയും ഡൈനാമിക് റേഞ്ചും ഉറപ്പാക്കാൻ സാധിക്കുന്നു. വളരെ ചെറിയ വിവരങ്ങൾ പോലും നഷ്ടപ്പെടാതെ ഉയർന്ന മിഴിവുള്ള ചിത്രങ്ങൾ പകർത്താൻ സാങ്കേതിക വിദ്യ സഹായിക്കും. ഉയർന്ന മെഗാ പിക്സൽ സെൻസറുകളിലേക്കുള്ള ആഗോള സ്മാർട്ട് ഫോൺ വിപണിയുടെ മാറ്റത്തിൽ സാംസങ്ങിന്റെ ഈ മുന്നേറ്റം വലിയ സ്വാധീനം ചെലുത്തും.
2026 മാർച്ച് 30 സോണി സെമികണ്ടക്ടർ സൊല്യൂഷൻ സ്മാർട്ട് ഫോണുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഗ്ലോബൽ ഷട്ടർ സാങ്കേതികവിദ്യയുള്ള പുതിയ സ്റ്റാക്ഡ് സിമോസ് ഇമേജ് സെൻസർ പ്രഖ്യാപിച്ചു. ജപ്പാനിൽ ഗവേഷണവും നിർമ്മാണവും പൂർത്തിയാക്കിയ ഈ സെൻസർ സാധാരണ കാണാറുള്ള റോളിംഗ് ഷട്ടർ സെൻസറുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഒരു ദൃശ്യത്തിലെ മുഴുവൻ ഫ്രെയിമിനെയും ഒരേ സമയം ക്യാപ്ചർ ചെയ്യാൻ ഗ്ലോബൽ ഷട്ടർ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും. ഇത് അതിവേഗം ചലിക്കുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ ഉണ്ടാകാറുള്ള വികലമായ രൂപമാറ്റങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും വീഡിയോകളുടെ കൃത്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആക്ഷൻ ഫോട്ടോഗ്രാഫിയിലും പ്രൊഫഷണൽ വീഡിയോഗ്രാഫിയിലും ഈ സാങ്കേതിക വിദ്യ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. സാൻജോസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡോബി ഇൻക് തങ്ങളുടെ പ്രശസ്തമായ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ ലൈറ്റ് റൂമിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് 2026 ഏപ്രിൽ 3 ഡെസ്ക്ടോപ്പ് മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ പുറത്തിറക്കി. ഈ അപ്ഡേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത നൂതനമായ AI ഡീനോയിസ് മോഡലാണ്. കുറഞ്ഞ വെളിച്ചത്തിൽ പകർത്തിയ റോ ഇമേജുകളിലെ ക്രോമ നോയ്സ് ചിത്രത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ തന്നെ നീക്കം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. HDR പ്രീവ്യൂ റെൻഡറിംഗ് തത്സമയം ലഭ്യമാക്കിയതിലൂടെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ടോൺ മാപ്പിംഗ് ക്രമീകരണങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ഫോട്ടോഗ്രാഫർമാർക്ക് സാധിക്കുന്നു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്ത് ദൃശ്യങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ ഈ മാറ്റം നിർണായകമാണ്. സാങ്കേതികമായ മികവിനോടൊപ്പം തന്നെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി GPU ആക്സിലറേഷൻ സംവിധാനത്തിലും അഡോബി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 50 മെഗാ പിക്സലിൽ കൂടുതൽ മിഴിവുള്ള ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ ഒരേ സമയം ബാച്ച് പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ള കാലതാമസം ഒഴിവാക്കാൻ ഈ ഓപ്റ്റിമൈസേഷൻ സഹായിക്കുന്നു. കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നോയിസ് കറക്ഷനും HDR എഡിറ്റിംഗിനുമായി ചിലവഴിക്കേണ്ടി വരുന്ന സമയം ലാഭിക്കാനും വർക്ക് ഫ്ലോ കൂടുതൽ വേഗത്തിലാക്കാനും ഈ പുതിയ പതിപ്പ് ഉപകരിക്കും. ആധുനിക പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളിൽ കൃത്യതയും വേഗതയും ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അഡോബിയുടെ ഈ മുന്നേറ്റം. ബ്ലാക്ക് മാജിക് ഡിസൈൻ തങ്ങളുടെ ലോകോത്തര എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ ഡാവിഞ്ചി റിസോൾവിന്റെ പുതിയ പതിപ്പ് 2026 ഏപ്രിൽ 2 ഓസ്ട്രേലിയയിലെയും കാലിഫോർണിയയിലെയും ഓഫീസുകളിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ പതിപ്പിൽ ഡാവിഞ്ചി ന്യൂറൽ എഞ്ചിൻ കൂടുതൽ കരുത്തുറ്റതാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഒബ്ജക്ട് ട്രാക്കിംഗിലെ കൃത്യത വർദ്ധിപ്പിക്കുകയും സെലക്റ്റീവ് കളർ ഗ്രേഡിംഗിനായി ഓട്ടോമാറ്റിക് ഡെപ്ത് മാപ്പ് ജനറേഷൻ സംവിധാനം സജ്ജമാക്കുകയും ചെയ്തു. ഡോക്യുമെന്ററികൾ, ഫീച്ചർ ഫിലിമുകൾ തുടങ്ങിയ ദൈർഘ്യമേറിയ വീഡിയോ പ്രൊജക്റ്റുകളിൽ ദൃശ്യങ്ങൾ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന AI അടിസ്ഥാനമാക്കിയുള്ള സീൻ കട്ട് ഡിറ്റക്ഷൻ എഡിറ്റിംഗ് പ്രക്രിയയെ കൂടുതൽ ലളിതമാക്കുന്നു. സിനിമാ നിർമ്മാണ രംഗത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്ക് ഈ അപ്ഡേറ്റ് വലിയ വേഗത നൽകും. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ആസ്ഥാനമായുള്ള ക്യാപ്ചർ 1 തങ്ങളുടെ സോഫ്റ്റ്വെയറിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ 2026 ഏപ്രിൽ 1 പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർമാരെ ലക്ഷ്യമിട്ടുള്ള ഈ അപ്ഡേറ്റിൽ അതിസങ്കീർണമായ AI മാസ്കിംഗ് സംവിധാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുടിയിഴകൾ, സുതാര്യമായ വസ്തുക്കൾ, പ്രതിഫലനമുള്ള വസ്തുക്കൾ എന്നിവ അതീവ കൃത്യതയോടെ തിരിച്ചറിയാനും അവ വേർതിരിച്ച് എഡിറ്റ് ചെയ്യാനും ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും. ഓരോ ലെയർ അധിഷ്ഠിത അഡ്ജസ്റ്റ്മെന്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നതിലൂടെ സങ്കീർണമായ ചിത്രങ്ങൾ പോലും പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം കളർ ഗ്രേഡിംഗും എക്സ്പോർട്ട് കറക്ഷനും നടത്താൻ ഫോട്ടോഗ്രാഫർമാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പ്രശസ്ത ക്യാമറ നിർമ്മാതാക്കളായ നിക്കോൺ കോർപ്പറേഷൻ തങ്ങളുടെ പ്രൊഫഷണൽ മോഡലുകളായ Z8, Z9 എന്നിവയ്ക്കായി വിപുലമായ ഫേംവെയർ അപ്ഡേറ്റുകൾ 2026 മാർച്ച് 30 ടോക്കിയോയിൽ പുറത്തിറക്കി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരെയും ആക്ഷൻ വീഡിയോഗ്രാഫർമാരെയും ലക്ഷ്യം വെച്ചുള്ള ഈ അപ്ഡേറ്റിൽ സബ്ജക്ട് ഡിറ്റക്ഷൻ, ഓട്ടോഫോക്കസ് സംവിധാനം വലിയ രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പക്ഷികളുടെയും അതിവേഗം ചലിക്കുന്ന വന്യമൃഗങ്ങളുടെയും ചലനങ്ങൾ കൃത്യമായി പിന്തുടരാനും ഫോക്കസ് നിലനിർത്താനും സഹായിക്കുന്ന അത്യാധുനികമായ ട്രാക്കിംഗ് ഫീച്ചറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന ചലനങ്ങൾ പോലും ഒട്ടും വ്യക്തത കുറയാതെ പകർത്താൻ നിക്കോൺ ഉപയോക്താക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യ പര്യാപ്തമാക്കുന്നു. വീഡിയോ ചിത്രീകരണ രംഗത്തും ശ്രദ്ധേയ മാറ്റങ്ങളാണ് ഈ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അൽഗോരിതങ്ങൾ പരിഷ്കരിച്ചതിലൂടെ വീഡിയോ റെക്കോർഡിംഗിലെ സ്ഥിരത വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ചെറിയ കുലുക്കങ്ങൾ വീഡിയോയുടെ ഗുണനിലവാരത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുന്നു. കൂടാതെ ഉയർന്ന വേഗതയിലുള്ള തുടർച്ചയായ ഷൂട്ടിങ്ങിനായി ബഫർ കൈകാര്യം ചെയ്യുന്ന രീതിയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ വീഡിയോ നിർമ്മാണത്തിലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്യാമറയുടെ പ്രകടനക്ഷമതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ ഫേംവെയർ അപ്ഡേറ്റ് വലിയൊരു മുതൽക്കൂട്ടായി മാറും.
ഡെൻമാർക്കിലെ കോപ്പൻഹേഗിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫേസ് വൺ കമ്പനി തങ്ങളുടെ മീഡിയം ഫോർമാറ്റ് ക്യാമറ സിസ്റ്റങ്ങളും ക്യാപ്ചർ വൺ പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള സംയോജനം കൂടുതൽ വിപുലീകരിച്ചതായി 2026 മാർച്ച് 29 അറിയിച്ചു. 150 മെഗാ പിക്സൽ വരെയുള്ള അതിബൃഹത്തായ റോ ഫയലുകൾ വളരെ വേഗത്തിൽ റെൻഡർ ചെയ്യാനുള്ള സംവിധാനമാണ് ഇതിൽ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ സ്റ്റുഡിയോ ലൈറ്റിംഗ് സജ്ജീകരണങ്ങൾക്കായി മെച്ചപ്പെടുത്തിയ കളർ കാലിബ്രേഷൻ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തിയതിലൂടെ ചിത്രങ്ങളിലെ നിറങ്ങൾ കൂടുതൽ കൃത്യതയോടെയും മിഴിവാർന്നതായും പകർത്താൻ സാധിക്കും. ഫാഷൻ, അഡ്വർടൈസിംഗ് തുടങ്ങിയ വാണിജ്യ ഫോട്ടോഗ്രാഫി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാറ്റം ഗുണകരമാകും. ലോകപ്രശസ്ത വിഷ്വൽ കണ്ടന്റ് ഏജൻസിയായ ഗെറ്റി ഇമേജസ് തങ്ങളുടെ തത്സമയ ഉള്ളടക്ക വിതരണ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ നവീകരിച്ചതായി 2026 ഏപ്രിൽ 3 ന്യൂയോർക്കിലും ലണ്ടനിലും നടന്ന ചടങ്ങുകളിൽ അറിയിച്ചു. 5G സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ വഴി ഫീൽഡ് ഫോട്ടോഗ്രാഫർമാർ പകർത്തുന്ന ചിത്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ആസ്ഥാനത്ത് എത്തിക്കാനുള്ള അതിവേഗ പൈപ്പ് ലൈനുകൾ ഇപ്പോൾ സജ്ജമാണ്. തത്സമയ പരിപാടികളിലും വാർത്താ റിപ്പോർട്ടിംഗിലും ഏർപ്പെട്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് തങ്ങൾ പകർത്തുന്ന ചിത്രങ്ങൾ ഒട്ടും വൈകാതെ തന്നെ ലോകമെമ്പാടും എത്തിക്കാൻ ഈ ആധുനിക സംവിധാനം സഹായിക്കുന്നു. ഇത് ഫോട്ടോ ജേർണലിസം രംഗത്തെ പുതിയൊരു വേഗതയും കൃത്യതയും കൊണ്ടുവരുന്നു. ലോകമെമ്പാടുമുള്ള സിനിമാ നിർമ്മാണ രീതികളെ സ്വാധീനിക്കുന്ന തരത്തിൽ തങ്ങളുടെ ഒറിജിനൽ ഉള്ളടക്കങ്ങൾക്കായുള്ള HDR പ്രൊഡക്ഷൻ മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിച്ചതായി 2026 ഏപ്രിൽ 2 ലോസ് ഏഞ്ചൽസിൽ നടന്ന ചടങ്ങിൽ നെറ്റ്ഫ്ലിക്സ് സ്ഥിരീകരിച്ചു. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം ഉയർന്ന പീക്ക് ബ്രൈറ്റ്നസ് മാസ്റ്ററിങ്ങും ഡോൾബി വിഷൻ പൈപ്പ് ലൈനുകളും ഉപയോഗിച്ചുള്ള കർശനമായ കളർ ഗ്രേഡിംഗും രീതികളും നിർബന്ധമാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളുടെ മിഴിവും ആഴവും വർദ്ധിപ്പിക്കുന്നതിനായി സിനിമാറ്റോഗ്രാഫർമാർ വിപുലമായ ഡൈനാമിക് റേഞ്ചും 10 ബിറ്റ് കളർ ഡെപ്തും പിന്തുണയ്ക്കുന്ന ക്യാമറകൾ ഉപയോഗിക്കണമെന്നും പുതിയ ചട്ടം അനുശാസിക്കുന്നു. സ്ട്രീമിംഗ് മീഡിയയിൽ ദൃശ്യ ആവിഷ്കാരത്തിന്റെ സാങ്കേതിക നിലവാരം ഉയർത്തുന്നതിനും പ്രേക്ഷകർക്ക് കൂടുതൽ മിഴിവുറ്റ അനുഭവം നൽകുന്നതിനും ഈ തീരുമാനം വലിയ പങ്കുവഹിക്കും. സോണി ഗ്രൂപ്പ് കോർപ്പറേഷന്റെ ടോക്കിയോയിലെ ഇമേജിംഗ് ലാബുകളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സൂപ്പർ റെസൊല്യൂഷൻ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുടെ ഗവേഷണ ഫലങ്ങൾ 2026 ഏപ്രിൽ 1 പുറത്തുവിട്ടു. വെളിച്ചം വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ പകർത്തുന്ന ചിത്രങ്ങളെ ഡീപ്പ് ലേണിംഗ് മോഡലുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുകയും അവയ്ക്ക് ഉയർന്ന വ്യക്തത നൽകുകയുമാണ് ഈ സംവിധാനം ചെയ്യുന്നത്. ഒന്നിലധികം ഫ്രെയിമുകളെ ഒരേ സമയം വിശകലനം ചെയ്ത് സംയോജിപ്പിക്കുന്നതിലൂടെ പരമ്പരാഗതമായ ഇന്റർപോളേഷൻ രീതികളെക്കാൾ മികച്ച ഷാർപ്നെസ്സും കുറഞ്ഞ നോയ്സും ഉറപ്പാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു. സാധാരണ ഉപഭോക്തൃ ക്യാമറകളിലും പ്രൊഫഷണൽ ഇമേജിംഗ് സിസ്റ്റങ്ങളിലും ഈ സാങ്കേതിക വിദ്യ ഉടൻ ലഭ്യമാക്കും. കാനൺ INC തങ്ങളുടെ അടുത്ത തലമുറ കോമ്പാക്ട് ടെലിഫോട്ടോ ഓപ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ വികസന വിവരങ്ങൾ 2026 മാർച്ച് 31 ജപ്പാനിൽ വെച്ച് വെളിപ്പെടുത്തി. ലെൻസുകളുടെ വലിപ്പവും ഭാരവും ഗണ്യമായി കുറക്കുന്നതിനോടൊപ്പം തന്നെ ചിത്രങ്ങളുടെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുകയാണ് ഈ പുതിയ ഡിസൈനിലൂടെ കാനൺ ലക്ഷ്യമിടുന്നത്. അത്യാധുനിക ലെൻസ് എലമെന്റ് അറേഞ്ച്മെന്റുകളും പുതിയ കോട്ടിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലൂടെ ദീർഘദൂര ഫോക്കസിംഗിൽ ഉണ്ടാകാറുള്ള ക്രോമാറ്റിക് അബറേഷൻ അഥവാ വർണ്ണ വ്യതിയാനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. മിറർലെസ് ക്യാമറ സംവിധാനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ലെൻസുകൾ ദീർഘനേരം ക്യാമറ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. യൂറോപ്യൻ സ്പേസ് ഏജൻസി തങ്ങളുടെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് ഇമേജിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പകർത്തിയ പുതിയ ബഹിരാകാശ ദൃശ്യങ്ങൾ 2026 മാർച്ച് 30 പുറത്തുവിട്ടു. സാധാരണ ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾ കാണാൻ കഴിയാത്ത നക്ഷത്ര രൂപീകരണ മേഖലകളെയും നക്ഷത്രാന്തര പൊടിപടലങ്ങളെയും അതിസൂക്ഷ്മമായി ദൃശ്യവൽക്കരിക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. ഉയർന്ന സെൻസർ കൂളിംഗ് സാങ്കേതിക വിദ്യയും ലോങ് എക്സ്പോഷർ രീതികളും സംയോജിപ്പിച്ചാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇതുവരെ നിഗൂഢമായിരുന്ന പ്രപഞ്ചത്തിലെ പല വിസ്മയങ്ങളെയും നേരിട്ട് കാണാൻ സഹായിക്കുന്ന ഈ ദൃശ്യങ്ങൾ ശാസ്ത്ര ലോകത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ആധുനിക പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ പുതിയ മാനദണ്ഡങ്ങൾ കുറിച്ചുകൊണ്ട് എപ്സൺ തങ്ങളുടെ ഏറ്റവും പുതിയ ഷുവർ കളർ P20570 പ്രിന്റർ 2026 ഏപ്രിൽ 2 ടോക്കിയോയിലും ആഗോള വിപണികളിലും അവതരിപ്പിച്ചു. ഫൈൻ ആർട്ട് പ്രിന്റിംഗിനും കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഈ പ്രിന്റർ 12 നിറങ്ങളുള്ള അൾട്രാ ക്രോം പ്രോ പിഗ്മെന്റ് ഇങ്ക് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ വിപുലീകരിച്ച വയലറ്റ് കളർ റേഞ്ച് വർണ്ണങ്ങളുടെ കൃത്യതയാർന്ന പുനർനിർമ്മാണം സാധ്യമാക്കുന്നു. 64 ഇഞ്ച് വരെ വീതിയുള്ള മീഡിയകളിൽ പ്രിന്റ് ചെയ്യാൻ ശേഷിയുള്ള ഈ മെഷീൻ
മെഷീനിൽ എപ്സണിന്റെ പ്രശസ്തമായ പ്രിസിഷൻ കോർ മൈക്രോ TFP പ്രിന്റ് ഹെഡ് സാങ്കേതിക വിദ്യയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അതിവേഗത്തിലുള്ള ഔട്ട്പുട്ട് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ചിത്രങ്ങളിലെ തരിപ്പുകൾ കുറയ്ക്കുകയും മികച്ച വ്യക്തത നൽകുകയും ചെയ്യുന്നു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെയും ചെറിയ സ്റ്റുഡിയോ ഉടമകളെയും ലക്ഷ്യമിട്ട് കാനൺ INC തങ്ങളുടെ പുതിയ ഇമേജ് പ്രോഗ്രാഫ് പ്രോ 310 ഡെസ്ക്ടോപ്പ് പ്രിന്റർ 2026 ഏപ്രിൽ 1 ജപ്പാനിൽ പുറത്തിറക്കി. കുറഞ്ഞ സ്ഥല സൗകര്യത്തിൽ ഗാലറി നിലവാരമുള്ള പ്രിന്റുകൾ ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് ഈ പ്രിന്റർ നിർമ്മിച്ചിരിക്കുന്നത്. 10 നിറങ്ങളുള്ള ലൂസിയ പ്രോ പിഗ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതിലൂടെ ഫൈൻ ആർട്ട് മോണോക്രോം പ്രിന്റുകളിൽ അതിശയിപ്പിക്കുന്ന കറുപ്പ് സാന്ദ്രത ബ്ലാക്ക് ഡെൻസിറ്റി കൈവരിക്കാൻ ഇതിന് സാധിക്കുന്നു. A3+ സൈസ് വരെയുള്ള ബോർഡർലെസ് പ്രിന്റിംഗ് പിന്തുണയ്ക്കുന്ന ഈ ഉപകരണം പേപ്പറുകൾ കൃത്യമായി അലൈൻ ചെയ്യുന്നതിനായി ഓട്ടോമാറ്റിക് സ്ക്യൂ കറക്ഷൻ സംവിധാനവും നൽകുന്നുണ്ട്. ഫ്യൂജി ഫിലിം ഫോട്ടോഗ്രാഫിയുടെ തിരിച്ചുവരവിന് കരുത്തു പകരാൻ ഫ്യൂജി ഫിലിം തങ്ങളുടെ പ്രശസ്തമായ ഫ്രോണ്ടിയർ സീരീസിലെ പുതിയ ഹൈസ്പീഡ് ഫിലിം സ്കാനർ 2026 മാർച്ച് 31 ടോക്കിയോയിൽ അവതരിപ്പിച്ചു. 35 mm ഫിലിമുകൾക്കും മീഡിയം ഫോർമാറ്റ് ഫിലിമുകൾക്കും അനുയോജ്യമായ ഈ സ്കാനറിൽ ഇൻഫ്രാറെഡ് ചാനൽ സ്കാനിംഗ് വഴി പൊടിയും പോറലുകളും തനിയെ നീക്കം ചെയ്യാനുള്ള അത്യാധുനിക സംവിധാനവുമുണ്ട്. ഇതിലുപരിയായി പഴയതും നിറമങ്ങിയതുമായ നെഗറ്റീവുകളെയും സ്ലൈഡുകളെയും പൂർവ്വസ്ഥിതിയിലാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ കളർ റിസ്റ്റോറേഷൻ സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പഴയകാല ഓർമ്മകളെ ഏറ്റവും പുതിയ ഡിജിറ്റൽ വ്യക്തതയോടെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നു. രേഖകളുടെയും ചിത്രങ്ങളുടെയും ഡിജിറ്റൽ വർക്ക് ഫ്ലോ സുഗമമാക്കുന്നതിനായി HP INC തങ്ങളുടെ പരിഷ്കരിച്ച സ്മാർട്ട് ടാങ്ക് പ്രിന്റർ സീരീസ് 2026 മാർച്ച് 30 ആഗോള വിപണിയിൽ പുറത്തിറക്കി. ഇമേജിംഗ് സ്കാനിങ്ങിനൊപ്പം തന്നെ OCR സാങ്കേതിക വിദ്യ നേരിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. അധിക സോഫ്റ്റ്വെയറുകളുടെ സഹായമില്ലാതെ തന്നെ സ്കാൻ ചെയ്യുന്ന രേഖകളെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡിജിറ്റൽ ഫോർമാറ്റുകളിലേക്ക് മാറ്റാൻ ഈ പ്രിന്ററിന് കഴിയും. പ്രമാണങ്ങളും ഫോട്ടോ പ്രിന്റുകളും ഒരുപോലെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഈ ഹൈ റെസൊല്യൂഷൻ ഫ്ലാറ്റ് ബെഡ് സ്കാനിംഗ് സംവിധാനവും ഇതിലുണ്ട്. ബ്രദർ ഇൻഡസ്ട്രീസ് തങ്ങളുടെ പുതിയ പ്രൊഫഷണൽ ഡ്യൂപ്ലെക്സ് സ്കാനർ 2026 മാർച്ച് 29 പുറത്തിറക്കി. വലിയ അളവിലുള്ള രേഖകൾ ഡിജിറ്റൈസ് ചെയ്യേണ്ടി വരുന്ന ആർക്കൈവൽ എൻവയർമെന്റുകൾക്കായിട്ടാണ് ഇത് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം പേപ്പറിന്റെ 2 വശങ്ങളും സ്കാൻ ചെയ്യാനുള്ള ഡബിൾ സൈഡഡ് സ്കാനിംഗ് ശേഷിയുള്ള ഈ ഉപകരണം മികച്ച OCR കൃത്യത വാഗ്ദാനം ചെയ്യുന്നു. ഒന്നിലധികം ഭാഷകളിലുള്ള അക്ഷരങ്ങൾ തിരിച്ചറിയാനും അവയെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. പഴയ ഫോട്ടോകൾ സ്കാൻ ചെയ്യുമ്പോൾ അവയിലെ ബാക്ക്ഗ്രൗണ്ട് നീക്കം ചെയ്യാനും കോൺട്രാസ്റ്റ് വർദ്ധിപ്പിക്കാനുമുള്ള ഇമേജ് എൻഹാൻസ്മെന്റ് ഫീച്ചറുകളും ഇതിൽ ലഭ്യമാണ്. ആഗോള ടെക് ഭീമന്മാരായ ആപ്പിൾ INC ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് M3 അൾട്ര ചിപ്പോട് കൂടിയ പരിഷ്കരിച്ച മാക്ബുക്ക് പ്രോ 2026 ഏപ്രിൽ 3 കുപ്പർട്ടിനോയിൽ പുറത്തിറക്കി. തത്സമയ റെൻഡറിംഗ്, റോ ഫയൽ പ്രോസസ്സിംഗ്, ഉയർന്ന റെസൊല്യൂഷനുള്ള വീഡിയോ എഡിറ്റിംഗ് എന്നിവയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കരുത്തുറ്റ GPU കോറുകളാണ് ഈ സിസ്റ്റത്തിന്റെ പ്രധാന ആകർഷണം. പ്രൊഫഷണൽ ഗ്രേഡിംഗ് ജോലികൾക്കായി അതീവ കൃത്യതയുള്ള നിറങ്ങളും തെളിച്ചവും വാഗ്ദാനം ചെയ്യുന്ന ലിക്വിഡ് റെറ്റിന XDR ഡിസ്പ്ലേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈ റെസൊല്യൂഷൻ കണ്ടന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാർക്കും സിനിമാറ്റോഗ്രാഫർമാർക്കും എവിടെയിരുന്നും തടസ്സമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇതിലൂടെ ഒരുങ്ങുന്നു. യൂണിഫൈഡ് മെമ്മറി ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകടനത്തിൽ യാതൊരു കുറവും വരാതെ തന്നെ വലിയ ഇമേജ് ഫയലുകളും ഒന്നിലധികം ലെയറുകളുള്ള എഡിറ്റിംഗ് സുഗമമായി നടത്താൻ ഈ ലാപ്ടോപ്പിന് സാധിക്കും. ഒരേ സമയം ഒന്നിലധികം ഭാരമേറിയ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുമ്പോഴും സിസ്റ്റം ഹാങ് ആകില്ല എന്നത് പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസമാണ്. ആധുനിക ക്യാമറകൾ പകർത്തുന്ന സങ്കീർണമായ ഡാറ്റകൾ വേഗത്തിൽ സംസ്കരിക്കാൻ M3 അൾട്ര ചിപ്പിന്റെ കരുത്ത് സഹായിക്കുന്നു. മൊബൈൽ എഡിറ്റിംഗ് ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്റ്റുഡിയോയ്ക്ക് പുറത്തുള്ള ജോലികൾ കാര്യക്ഷമമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ മാക്ബുക്ക് പ്രോ ആപ്പിളിന്റെ ഉപയോക്താക്കളെ പര്യാപ്തമാക്കുന്നു. ഡെൽ ടെക്നോളജീസ് തങ്ങളുടെ പ്രശസ്തമായ പ്രിസിഷൻ സീരീസിൽപ്പെട്ട പുതിയ വർക്ക് സ്റ്റേഷൻ ലാപ്ടോപ്പ് 2026 ഏപ്രിൽ 2 ആഗോള വിപണിയിൽ അവതരിപ്പിച്ചു. NVIDIAയുടെ ഏറ്റവും പുതിയ RTX ADA ജനറേഷൻ GPU സംയോജിപ്പിച്ച് ഈ സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത എഡിറ്റിംഗിനും 3D റെൻഡറിംഗ് വർക്ക് ഫ്ലോകൾക്കുമായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ളതാണ്. പ്രൊഫഷണൽ ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ആവശ്യമായ വൈഡ് കളർ ഗാമറ്റ് പിന്തുണയ്ക്കുന്ന ഉയർന്ന റെസൊല്യൂഷൻ ഡിസ്പ്ലേകൾ ഇതിന്റെ സവിശേഷതയാണ്. സങ്കീർണമായ വിഷ്വൽ എഫക്റ്റുകളും ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗും കൈകാര്യം ചെയ്യുന്ന സ്റ്റുഡിയോകൾക്ക് ഈ വർക്ക് സ്റ്റേഷൻ വലിയ മുതൽക്കൂട്ടായിരിക്കും.
അസൂസ് തങ്ങളുടെ ക്രിയേറ്റീവ് പ്രൊഫഷണലുകളെ ലക്ഷ്യമിട്ടുള്ള പ്രോ ആർട്ട് സീരീസ് ലാപ്ടോപ്പുകൾ 2026 ഏപ്രിൽ 1 വിപുലീകരിച്ചു. 100% DCI-P3 കളർ ഗാമറ്റ് പിന്തുണയ്ക്കുന്ന ഫാക്ടറി കാലിബ്രേറ്റഡ് OLED ഡിസ്പ്ലേകളാണ് ഈ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. ദൃശ്യങ്ങളുടെ നിറങ്ങൾ അതീവ കൃത്യതയോടെയും മിഴിവാർന്ന കറുപ്പ് നിറത്തോടെയും നൽകാൻ OLED സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. കൂടാതെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ കൂടുതൽ സുഗമമായി പ്രവർത്തിക്കുന്നതിനായി പ്രത്യേക AI ആക്സലറേഷൻ ഹാർഡ്വെയറും ഈ ലാപ്ടോപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർമാർക്കും ഫിലിം മേക്കർമാർക്കും കൃത്യമായ കളർ ഗ്രേഡിംഗ് എവിടെയിരുന്നും നിർവഹിക്കാൻ ഈ ലാപ്ടോപ്പുകൾ സഹായിക്കുന്നു. വീഡിയോ എഡിറ്റിംഗ് രംഗത്തെ പ്രമുഖരായ ബ്ലാക്ക് മാജിക് ഡിസൈൻ തങ്ങളുടെ ജനപ്രിയമായ ഡാവിഞ്ചി റിസോൾവ് മൈക്രോ കളർ പാനലിന്റെ റിസോൾവ് മൈക്രോ കളർ പാനൽ പരിഷ്കരിച്ച പതിപ്പ് 2026 മാർച്ച് 31 പുറത്തിറക്കി. നിറങ്ങൾ അതിസൂക്ഷ്മമായി ക്രമീകരിക്കുന്നതിനായി മെച്ചപ്പെടുത്തിയ ട്രാക്ക് ബോൾ സെൻസിറ്റിവിറ്റിയും ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്ന കൺട്രോൾ നോബുകളുമാണ് ഈ കൺസോളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡാവിഞ്ചി റിസോൾവ് സോഫ്റ്റ്വെയറുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്നതിനാൽ എഡിറ്റിംഗ് പ്രക്രിയ കൂടുതൽ ലളിതവും വേഗത്തിലുള്ളതുമാകുന്നു. ചെറിയ സ്റ്റുഡിയോകൾക്കും മൊബൈൽ എഡിറ്റിംഗ് സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ വളരെ ഒതുക്കമുള്ള ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ക്രിയേറ്റീവ് പ്രൊഫഷണലുകളെ ലക്ഷ്യമിട്ട് ലെനോവോ തങ്ങളുടെ പുതിയ ലാപ്ടോപ്പ് 2026 മാർച്ച് 30 ആഗോള വിപണിയിൽ അവതരിപ്പിച്ചു. ഇമേജ് പ്രോസസ്സിംഗും വീഡിയോ എഡിറ്റിംഗും വേഗത്തിലാക്കുന്നതിനായി പ്രത്യേക AI അസിസ്റ്റഡ് റെൻഡറിംഗ് എഞ്ചിനുകൾ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന റിഫ്രഷ് റേറ്റും കൃത്യമായ നിറങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമായ ഡിസ്പ്ലേകൾ വിഷ്വൽ വർക്ക് ഫ്ലോകൾക്ക് മികച്ച പിന്തുണ നൽകുന്നു. വലിയ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ക്രിയേറ്റീവ് പ്രൊഫഷണലുകൾക്ക് അവരുടെ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ ഈ ലാപ്ടോപ്പിലെ നൂതന സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. ഫോട്ടോഗ്രാഫി ലോകത്തെ വിപ്ലവകരമായ വാർത്തകൾ ഇനിയും വേറെയുണ്ടെങ്കിലും പരിമിതി മൂലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. എങ്കിലും ഫോട്ടോഗ്രാഫി എന്ന കലയെ ശാസ്ത്രീയമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. മാനുവൽ ഫോട്ടോഗ്രാഫി ലളിതമായി പഠിക്കാൻ 250-ലധികം വീഡിയോകൾ ഉൾപ്പെടുത്തിയ ഒരു പ്ലേലിസ്റ്റ് ഈ ചാനൽ ഇതിനോടകം ലഭ്യമാണ്. ഓരോ വാർത്തയും കണ്ടെത്തുന്നതിനായി ഏകദേശം 6-7 മണിക്കൂർ നീളുന്ന ആഴത്തിലുള്ള ഗവേഷണമാണ് ഞാൻ ഈ വീഡിയോക്കായി നടത്തുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്തും പ്രൊഫഷണൽ രീതിയിൽ മലയാളത്തിലേക്ക് മാറ്റി എഴുതി അത് വായിക്കുന്ന രീതിയുമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അനാവശ്യമായ സംസാരങ്ങളും വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കാട് കയറിപ്പോകുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനും ഈ എഴുതിയുള്ള വായന സഹായിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ഓരോന്നും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ വിവരശേഖരണവും സ്ക്രിപ്റ്റും കഴിഞ്ഞ് ഒരു വീഡിയോ പ്രസന്റേഷൻ തയ്യാറാക്കുക എന്നത് വലിയ പരിശ്രമം ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇത് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ അധ്വാനത്തിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എനിക്ക് അത്യാവശ്യമാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഫോർവേഡ് ചെയ്യാനും മറക്കരുത്. ഈ രീതിയിലാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ഈ ഒരു സപ്പോർട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു തരണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയ വാർത്തകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ വരും ദിവസങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്നും കൂടി നിങ്ങൾ പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്ത ഒരു പ്രസന്റേഷൻ എനിക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇതിപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞാൻ കളക്ട് ചെയ്താണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ഉപയോഗപ്രദമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു സർവേ പോലെ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ടെസ്റ്റിമോണിയൽ കിട്ടാൻ അത് സഹായിക്കും. നിങ്ങളുടെ ഓരോ നിർദ്ദേശവും ചാനലിൻ്റെ വളർച്ചയ്ക്ക് വലിയ കരുത്തേക്കും. അടുത്ത ആഴ്ച കൂടുതൽ സവിശേഷമായ വിശേഷങ്ങളും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. സൈനിങ് ഓഫ് റഷീദ് തായലാർ. താങ്ക് യു വെരി മച്ച്.